പതുക്കെ പറയോ. ഇഞ്ചി പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇട്ട് പിന്നെ ഇത് ഓണിയൻ മസാല, നമ്മുടെ സവോള മസാല ആക്കിയത്. ഇത് മൊത്തം തീയായപ്പോഴത്തേക്ക് എല്ലാ ടെക്സ്റ്റും മാറി. ഇപ്പോൾ വേറെ നമ്മുടെ മസാലകളെല്ലാം ഇട്ടുണ്ട്. നല്ല സ്പീഡാണ്, വേറെ ഒന്നും കൊണ്ടല്ല, അവരങ്ങനെ തീർച്ചയാണ്. ഇതെന്താ വെച്ചാൽ ടൊമാറ്റോ ഗ്രേവി. അതിൻ്റെ നമ്മൾ സവോള വഴറ്റി ഇട്ടു, ഇപ്പോൾ ടൊമാറ്റോ ഗ്രേവി ഇട്ടു, കുറച്ച് ക്രീം, ഫ്രൈസ് ക്രീം, നല്ല ക്രീമാണത്. ഇട്ടു പനീർ ഇട്ടു, കൊറിയാണ്ടർ ലീവ്സ് ഇട്ടു, കുറച്ചുകൂടി ബട്ടർ, പനീർ സ്മെൽ ഫ്ലേവർ. അപ്പം അത് നടുക്ക് അങ്ങ് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം സെറ്റിങ് കഴിഞ്ഞ് കാണിക്കാമോ? ബംഗാളി ബാത്ത് ഉണ്ടോ? ബംഗാളി ബാത്ത്. ഇതൊക്കെ ഇപ്പം ഇരുന്ന് എന്നെ വെയിറ്റ് ചെയ്യിപ്പിച്ചോണ്ട് ചെങ്ങായി എന്നെ ചെയ്തതാണ്. താങ്ക് യു. അപ്പം താങ്ക് യു. ബസ് ഇനിയും തിന്നാൻ അപ്പം ഞാൻ തന്നെ അവിടെ പോയിരുന്നത് മൊത്തം നമ്മുടെ സ്റ്റാർട്ടറും സൂപ്പും റൈസും എല്ലാ ഐറ്റവും കൂടി ദോശയും എല്ലാം കൂടി ഇരുന്ന് കഴിക്കാൻ പോവാണ്. ബഹുത് താങ്ക് യു. मैं जाएगा सबको दीजिए. हाँ लेके താങ്ക് യു. നമുക്ക് എന്തായാലും അവിടെ പോയി കഴിക്കാം. അപ്പോൾ നമ്മൾ അവിടുത്തെ എല്ലാം കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നു. ഓക്കെ, ഈ സാധനങ്ങൾ ഇങ്ങോട്ട് എത്തിയാൽ മതി. അതിന് മുമ്പ് നമ്മുടെ മൂവ്മെന്റ്സ് ഒക്കെ ഇപ്പം എങ്ങനെയുണ്ടോ? കുഴപ്പമില്ല. നമ്മൾ ഹാർഡ് കോർ മാർക്കറ്റിങ്ങിൽ ഇറങ്ങിയിട്ടില്ല, ഇപ്പോൾ ഒരു മാസമായിട്ടുള്ള നേരത്തെ പറഞ്ഞ പോലെ. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നമ്മുടെ ഫുഡും ക്വാളിറ്റിയൊക്കെ ഒന്നുകൂടെ സെറ്റ് ചെയ്തിട്ട് ഹാർഡ് കോർ മാർക്കറ്റിംഗ് പ്രശ്നമാണ്. കാര്യം ഇപ്പോഴത്തെ ആൾക്കാർക്ക് വെച്ചാൽ സവോള ഏത്, തക്കാളി ഏത്, ടൊമാറ്റോ ഏതെന്ന് അറിയാത്ത ആൾക്കാർ വന്നിട്ട് ഫുഡിനെ കുറിച്ച് ഒതൻറ്റിക്കായിട്ട് അഭിപ്രായം സ്റ്റാമ്പ് ചെയ്ത് പോയി കളയും. മനസ്സിലായി? അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആക്ച്വലി കറക്റ്റ് ഒരു ഷെഫ് സെറ്റ് ചെയ്തിട്ട് ഹാർഡ് കോർ മാർക്കറ്റിംഗിലേക്ക് അതിന് മുമ്പ് വരുന്ന കസ്റ്റമർ ബൈ മൗത്ത് പബ്ലിസിറ്റിയാണ്. നല്ല കാര്യമാണ്. എന്തായാലും സ്റ്റാർട്ടർ എത്തിയിട്ടുണ്ട്. സ്റ്റാർട്ടർ ആണല്ലോ. അപ്പോൾ നമ്മുടെ ഹറബറ അതിൻ്റെ ഒരു തൊറവറാന്നാണ്. ഹറബറ കബാബും ഉണ്ട്, നമ്മുടെ ബട്ടർ മഷ്റൂമാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോന്നെടുത്ത് ഷെയർ ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അതിനകത്ത് നമ്മുടെ ചാട്ട് മസാല ഒക്കെ ഉണ്ടല്ലോ, പരിപ്പോട പോലെ അല്ലെ, ചെറിയ കട്ട്ലറ്റ് പോലെ ഇരിക്കുന്നത്. ഹറബറ കബാബ്. അപ്പോൾ മൂവ്മെന്റ്സ് അപ്പോൾ അങ്ങനെയാണ് കാര്യം. ഇനി വേറെ എവിടെയെങ്കിലും നമ്മുടെ ഷോപ്സ് എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് വേറെ വെള്ളമ്പലത്തൊരു നോൺ വെജ് റെസ്റ്റോറൻറ്റ്. അപ്പോൾ വെള്ളമ്പലത്തൊരു നോൺ വെജ് റെസ്റ്റോറൻറ്റ് ഉണ്ട്. അപ്പോൾ അടുത്ത ഷൂട്ട് പ്ലാൻ ചെയ്തോട്ടെ? തീർച്ചയായും. അപ്പോൾ അത് സെറ്റ് ആയിട്ട്. അപ്പോൾ ഇത് നമ്മളെ റെന്റിനാണോ? ഇല്ല, ഇത് ഓൺ ബിൽഡിംഗ് ഫുള്ള്. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് അതൊക്കെ നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടൊക്കെ മതി. കാരണം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റിയൽ എസ്റ്റേറ്റ് കോസ്റ്റാണ്. തീർച്ചയായിട്ടും നമുക്ക് അതുമല്ല ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥലവും കിട്ടണം, ഒപ്പം തന്നെ നമുക്ക് അഫോർഡബിളും ആയിരിക്കണം. സ്വന്തം ബിൽഡിംഗ് ആണെങ്കിൽ പിന്നെ പ്രശ്നമില്ല, അങ്ങോട്ട് യൂസ് ചെയ്യാം. അതൊരു ഭാഗ്യമുണ്ട് കേട്ടോ. ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. മിൻ ചട്നിയാണ്. കട്ട്ലറ്റ് പോലെ നമുക്ക് കഴിക്കാവുന്ന സ്റ്റാർട്ടറാണ് ഹറബറ കബാബ്. അധികം മസാലയൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇത് സ്റ്റാർട്ടർ തന്നെ. ബട്ടർ മഷ്റൂം ഇങ്ങനെ ബൗക്കാൻ പോലെ ചതച്ച് പതുക്കെ ഡ്രൈ ആണ്. നമ്മളതിന് സൂപ്പ്. ഇത് എനിക്ക് ശരിക്കും ആ പേര് അങ്ങോട്ട് മനസ്സിലായില്ല. എന്താണ്? ബേൺഡ് എന്നാണ്. ഗാർലിക് ബേൺ ചെയ്ത സൂപ്പ് എന്നാണ് ഞാൻ ഗാർലിക് എന്നാണ് കേട്ടോണ്ടിരിക്കുന്നത്. എന്തായാലും ഞാൻ അങ്ങോട്ട് ഒരെണ്ണുള്ളൂ. സോറി, കുഴപ്പമില്ല. ഗാർലിക്കിന്റെ ടേസ്റ്റ് ആണ് കൂടുതലും. ബേൺഡ് ഗാർലിക് അത് തന്നെയാണ്. വയറിന് ബെസ്റ്റാ.
നമ്മുടെ ദോശാസ് വന്നിട്ടുണ്ട്. താങ്ക് യു. ഹെൽത്തിന് നല്ല കാരണം കോൺഫ്ലവേഴ്സും കുറച്ച് ഇത്തിരി ടൈറ്റ് ആക്കാൻ വേണ്ടി മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ. അജിനോമോട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഗാർലിക്കും ആണ്. വയറിന് ബെസ്റ്റാണ്. നമ്മുടെ ദോശ ഏത് ദോശ തുടങ്ങണം? നീർദോശയ്ക്ക് നമ്മൾ എരിവ് കൂട്ടി തിന്നണോ അതോ? ആക്ച്വലി ഇത് ഉടുപ്പിയിൽ തേങ്ങാപ്പാൽ മിക്സ് ഇതിൻ്റെ ചമ്മന്തി അല്ല തേങ്ങാപ്പാലാണ്. ഓക്കെ, എന്തായാലും അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്. നീർദോശ നെയ്യ് കൂടുതൽ ഒഴിച്ചാണ്. അപ്പം നല്ല നെയ്യ് ഒഴിച്ചു അറിയാലോ ദോശയിൽ നെയ്യിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അത് തേങ്ങാപ്പാൽ യൂസ് ചെയ്യുന്നതിൻ്റെ ടേസ്റ്റ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാവും. ഇതേർത്തത് ഇതെന്തത് നമ്മൾ ഇത്രയൊക്കെ ഉണ്ടാക്കിയില്ലേ? അതെ, അടുത്ത കടയിൽ കയറ്റുമോ? കറി വേണമെന്നില്ല, ഇത് നല്ല ബട്ടർ ഒഴിച്ച് ഇതേപോലെ അങ്ങ് കുക്ക് ചെയ്ത് കഴിക്കാം. പിള്ളേർക്ക് ഇഷ്ടപ്പെടും, എനിക്കും ഇഷ്ടപ്പെട്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ പേരെന്തായിരുന്നു? പെസറട്ട് ദോശ അല്ലെങ്കിൽ നമ്മുടെ പയർ ദോശ അങ്ങനെ ഞാൻ പറയാം. കട്ടി ദോശയാണ്. ഒരു പച്ചപ്പ് കളർന്നൊരു ടേസ്റ്റ്, മൊത്തത്തിൽ ഒരു പച്ചപ്പ് കളറല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ഈ പയർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിഞ്ഞാൽ കഴിക്കില്ലേ, ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യുന്നു. നമുക്ക് ബാക്കിയുള്ള ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ നല്ലതായിരിക്കും അല്ലേ? പയർ ഡയബറ്റിക് പേഷ്യൻസിനും ബാക്കി എല്ലാവർക്കും നല്ലതാണ്. അങ്ങനെ ഇന്ന ആളൊന്നുമില്ല, എല്ലാവർക്കും കഴിക്കാം. ബംഗാളി റൈസ് ഇതാണ് എനിക്ക് ട്രൈ ചെയ്തിരിക്കും. കാരണം അദ്ദേഹം മുല്ല എന്ന് പറഞ്ഞ ഷെഫ് എല്ലാം തീർക്കും പെട്ടെന്ന്. ഇത് രണ്ട് ഇതാണ് അല്ലേ? റൈസ് കറി, അതിൻ്റെ കറി ഇതൊരു സെറ്റായിട്ട് കൊള്ളാം. പനീറും റൈസും ഒരു ബിരിയാണി മോഡൽ ആണ്. പക്ഷെ ബിരിയാണി ആണോ? ബിരിയാണി അല്ല. നല്ല നെയ്യ് ചേർത്തുണ്ടാക്കിയ പനീറാണ്. നമുക്ക് ഫീൽ ചെയ്യാം. നമ്മൾ മസാല ചോറിനോ അല്ലെങ്കിൽ ലെമൺ റൈസ് എന്നൊക്കെ പോലെ ഒരു ടൈപ്പ് റൈസുമാണ്. വിത്ത് കാഷ്യൂസ് ആണ് എവരിത്തിങ്. എന്തായാലും നിങ്ങളുടെ ഉടുപ്പി ഭക്ഷണം നല്ലതാണ്. ഉടുപ്പി മാത്രമല്ല എല്ലാ തരം കൂടെ കിട്ടുന്നുണ്ട്. ഇപ്പം എന്തായാലും ഞാൻ നമ്മുടെ മറ്റേ കടയിൽ വരും, കയറ്റണം. എന്തായാലും വളരെ നന്ദി എടുക്കാം. നല്ല കസ്റ്റമേഴ്സ് വരട്ടെ. ഒരു മാസമുള്ളായെങ്കിലും അത്യാവശ്യം മൂവ്മെൻ്റ് ഉണ്ട്. പബ്ലിസിറ്റിയിൽ മാത്രം വന്നതാണ്. നന്നായിട്ട് പബ്ലിസിറ്റി ആവട്ടെ. അതുകൊണ്ട് നല്ല ഫുൾ സെറ്റായിട്ട് തന്നെ നന്നായിട്ട് പോട്ടെ. എന്തായാലും താങ്ക് യു. ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പാളയം ഷോപ്പിംഗ് കോംപ്ലക്സ്, പാളയം സാഫല്യം കോംപ്ലക്സിൽ നിന്ന് നേരെ ജൂബിലി ഹോസ്പിറ്റലിലേക്ക് പോവുക. നിവേദ്യ ഉടുപ്പി കഫേ ഉടുപ്പി. എന്നിട്ട് വന്നാൽ നല്ല ഉടുപ്പി ഫുഡും അല്ലെങ്കിൽ വേറെ കുസൈൻസും എല്ലാം നല്ല വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാം. താങ്ക് യു. ഇപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ്